ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളായ മാത്യൂസിനെയും ശർമിളയെയും സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. സുഭദ്രയെ കൊലപ്പെടുത്തിയ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ വീടിന് പിന്നിലെ കുളത്തിൽ നിന്ന് തലയിണ കണ്ടെത്തി. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. മനീഷ്, ഈ തെളിവെടുപ്പിനിടെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതി ശർമിള പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ്. കോടതിയിൽ എത്തിച്ചപ്പോഴും ഇവർ കരയുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. ഇപ്പോൾ തെളിവെടുപ്പ് ഏത് ഘട്ടത്തിലെത്തി മനീഷ്? എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്? ശ്രീലക്ഷ്മി, ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇവിടെ ആദ്യം ശർമിളയെ എത്തിച്ചിരുന്നു. ശർമിളയുടെ ഇവിടെ വീട്ടിലുള്ള, അതായത് ഈ കോർത്തശ്ശേരി വീട്ടുവളപ്പിലെ നടത്തിയിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയ ശേഷം ശർമിളയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക്, വണ്ടഞ്ചേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ മാത്യൂസ് വീണ്ടും ഈ വീട്ടിലുണ്ട്. വീട്ടിനകത്ത് കൊലപാതകം എങ്ങനെ നടത്തി, എപ്പോഴും നടത്തി, അതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ കൂടുതൽ പോലീസിനോട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീടിനകത്തെ ഒരു ഹാളിൽ വെച്ചാണ് ഇരുവരും ചേർന്ന് ഷാള് കഴുത്തിന് മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു എന്നാണ് ഇപ്പോഴും പോലീസിനോട് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ പിടികൂടിയ ഘട്ടത്തിലും കൊലപാതകം നടത്തിയെ സംബന്ധിച്ച് പോലീസിനോട് വിശദീകരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തെത്തിയ തെളിവെടുപ്പിന് എത്തിയ സ്ഥലത്ത് പോലീസ് നേരത്തെ ഈ സുഭദ്രയുടെ ഫോൺ, ഒപ്പം തന്നെ ബാഗ്, വസ്ത്രങ്ങൾ, കൊലയ്ക്കുപയോഗിച്ച ഷാൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തെളിവെടുപ്പിൻ്റെ നിർണായകമായിട്ടുള്ള ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രതികൾ പറഞ്ഞത് ഷാള് കത്തിച്ചു കളഞ്ഞു എന്നാണ്. അതായത് സുഭദ്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഷാള് തീ വെച്ച് ഇട്ട് കത്തിച്ചു കളഞ്ഞു. അവിടെ നിന്നും ഫോറൻസിക് സംഘം അതിൻ്റെ മറ്റ് ചാരം അടക്കമുള്ള സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീടിൻ്റെ പിൻഭാഗത്തെ ഒരു പറമ്പിൽ, ഒരു കുളത്തിൽ നിന്നും തലയിണ ലഭിച്ചിട്ടുണ്ട്. ഇത് കൊലപാതക സമയത്തുണ്ടായിരുന്ന, മുറിയിലുണ്ടായിരുന്ന അതാണ് സുഭദ്ര ഉപയോഗിച്ചിരുന്ന തലയിണയാണ്. ഈ തലയിണയിൽ ഒരു പക്ഷേ രക്തക്കറയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് മറയ്ക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രതി മാത്യൂസ് അത് വീടിൻ്റെ പിന്നിലെ ഒരു കുളത്തിൽ ഉപേക്ഷിച്ചത്. അങ്ങനെ തലയിണയും ഈ ചാരവുമാണ് നിലവിൽ തെളിവെന്ന രീതിയിൽ ഈ തെളിവ് ശേഖരണത്തിനിടെ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഫോണാണ്, സുഭദ്രയുടെ ബാഗാണ്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എവിടെയുണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണമുണ്ട്. മാത്യൂസിനെ വീടിനകത്ത് ഇപ്പോഴും പോലീസ് സംഘം ചോദ്യം ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ എവിടെ ഒളിപ്പിച്ചു എന്ന രീതിയിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കാൻ. പക്ഷേ ശർമിളയെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ കൂടുതൽ ചോദ്യം ചെയ്യലായിരിക്കും. മൂന്നാം പ്രതി റെയ്നോൾഡിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. അയാളാണ് ഉറക്ക ഗുളിക കൊണ്ടുവന്ന് നൽകി മയക്കാൻ വേണ്ടിയിട്ടുള്ള ഉറക്ക ഗുളിക കൊണ്ടുവന്ന് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണം ഇപ്പോഴും വ്യക്തമല്ല. കാരണം 1 മാസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതികൾ പറയുന്നത്. ഈ കഴുത്തിലും നടുവിലും കയ്യിലുമൊക്കെ തന്നെ പൊട്ടലുണ്ടായിരുന്നു, ഒടിഞ്ഞിരുന്നു. കൊലപാതകത്തിന് ശേഷമാണ് ഇടത്തെ കൈ ഒടിച്ചതെന്ന് പ്രാഥമികമായ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കുഴിയിലേക്ക് വലിച്ചിടുന്ന സമയത്ത് ഒടിഞ്ഞതായിരിക്കാം. ഇപ്പോൾ നിലവിൽ ഈ വീട്ടിലുള്ള അഴയിൽ തൂക്കിയിരുന്ന ചില വസ്ത്രങ്ങളൊക്കെ തന്നെ പോലീസ് സംഘം എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ സുഭദ്ര ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊപ്പം തന്നെ രക്തം വന്നിട്ടുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ്, ഈ പ്രതികൾ എങ്ങനെ അത് മാറ്റിയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു പദ്ധതിയാണ്, ആസൂത്രിതമായി നടത്തിയ ഒരു അരിങ്കൊലയാണ്. 73-കാരിയെ കൃത്യമായ ആ ആസൂത്രണത്തോടു കൂടി തന്നെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 7-ാം തീയതി കൊലപ്പെടുത്തുന്നതിന് കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ അവർ നശിപ്പിച്ചിട്ടുണ്ടാകണം. 1 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ സാഹചര്യത്തിലും ഈ നാട്ടിലുണ്ടായിരുന്ന റെയ്നോൾഡ് വഴി പല കാര്യങ്ങളും ഇവിടെ നടത്തിയിരുന്നു. ഈ കുഴി എടുത്തത് പോലും ഇവിടെ ഒരു കമ്പോസ്റ്റ് പിറ്റ് എടുക്കണമെന്ന രീതിയിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു അയൽവാസിക്ക് 1500 രൂപ നൽകി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 7-ാം തീയതി കുഴിയെടുത്തത്. അന്ന് തന്നെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് പോലീസിൻ്റെ നിഗമനം. കൊലയ്ക്ക് മുമ്പേ തന്നെ കുഴിയെടുത്തോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതകം നടക്കുന്നതിന് മുമ്പേ തന്നെ കുഴിയെടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയവും പോലീസുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇതിനുശേഷം ഈ മനീഷ്, ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസിലാണ് ഇപ്പോൾ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. സുഭദ്രയെ കൊലപ്പെടുത്തിയ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്.